അപ്പം ചുരിദാറിന് നമുക്ക് വെക്കാനുള്ള ഒരു വള്ളിയാണ് അടിക്കുന്നത്. വള്ളിയുടെ ഈ ഒരു വള്ളി എടുത്ത് 1.5 ഇഞ്ച് വീതിയുള്ള വള്ളിയാണ്. ആ വള്ളി എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി, അത് ഇതുപോലെ ഒന്ന് മടക്കി, പിന്നെ ഇതുപോലെ ഒന്ന് മടക്കി, അതിനുശേഷം ഇങ്ങനെ ഒന്നുകൂടെ മടക്കിയിട്ടാണ് ഈ വള്ളി അടിക്കുന്നത്. ഉണ്ട്, ഇതുപോലെ അടിക്കണം. അടിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ മടക്കി മടക്കി. ഒരാൾ ആദ്യമായിട്ട് തയ്യൽ പഠിക്കാൻ തുടങ്ങുന്നത് സാധാരണയായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വള്ളി അടിക്കാൻ പഠിപ്പിക്കുക, മെഷീൻ പരിചയപ്പെടുത്തുക, കൈത്തയ്യലുകൾ തയ്ച്ച് പഠിപ്പിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മെഷീൻ ചവിട്ടാനായിട്ട് മെഷീനിലേക്ക് കയറ്റാറുള്ളത്. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്. ആദ്യമായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ കൈത്തയ്യലാണ് പഠിച്ചത്. കൈത്തയ്യൽ സാരി ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കാനാണ് പഠിപ്പിച്ചത്. അതിനുശേഷം പഠിപ്പിച്ചത് ബട്ടൺ ഹോൾ തയ്ക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ കൈത്തയ്യലുകൾ ആദ്യം പഠിച്ചതിന് ശേഷമാണ് അടിക്കാൻ പഠിപ്പിക്കുന്നത്. അടിക്കാൻ പഠിപ്പിക്കുമ്പം ആദ്യം നമ്മുടെ മെഷീൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മളെ ഒന്ന് പറഞ്ഞ് തന്ന് മനസ്സിലാക്കും. പിന്നെ നൂല് കോർക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം മെഷീൻ്റെ കാര്യങ്ങൾ, പാർട്സുകളുടെ എല്ലാം ഒന്ന് പറഞ്ഞു തരും. എല്ലാം പറഞ്ഞു തന്നു വെച്ചിട്ടാണ് നമ്മളെ അടിക്കാൻ പഠിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ 2 തുണി ചുമ്മാ മടക്കി വെച്ചാണ് ഒന്ന് അടിക്കുന്നത്. വെറുതെ ഒരു 2 തുണി മടക്കി വെച്ച് അങ്ങനെ അടിക്കും. അതിന് ശേഷം ഇതുപോലെ നമുക്ക് തരുന്ന ഒരു ഇതാണ് വള്ളി തയ്ക്കാൻ തരും. അപ്പം നമ്മുടെ വള്ളി ഇവിടെ അടിച്ച് തീർന്നിട്ടുണ്ട്. ഇത് ചുരിബോട്ടത്തിന് വയ്ക്കാനുള്ള പാൻറ്റിൻ്റെ വള്ളിയാണ്. ഇനി നമ്മൾ ഈ മുകളിലത്തെ പീസ് വെട്ടിയിപ്പം തികയാതെ വന്നതുകൊണ്ട് നമ്മൾ അവിടെ ജോയിൻറ്റ് വെക്കണം. ആ ജോയിൻറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ നമ്മൾ 2 ജോയിൻറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ വെട്ടിയെടുത്ത ജോയിൻറ്റ് ഒന്ന് ഇതിൻ്റെ ഒരെണ്ണം ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഒരടിപ്പ് അടിക്കാം. ഇങ്ങനെ ഒരടിപ്പ് അടിക്കാം. പിന്നെ നമ്മൾ അടിക്കേണ്ടത് ഇത് ഇങ്ങനെ വെച്ചിട്ട് അതിനൊരു പുറങ്കാണിയായി അടിക്കുന്നത്. ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പം നമ്മൾ ഈ വശത്ത് ഇങ്ങനെ വെച്ചപ്പം അടുത്ത വശം തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുകൾ ഭാഗത്തുനിന്ന് ഈ പീസ് വെച്ച് കൊടുക്കണം. ഇത് മാറ്റാതെ വെച്ച് കൊടുത്തത് അതുകൊണ്ടാണ് ഈ മുകൾ ഭാഗത്തുനിന്ന് ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. മുകൾ പീസ് അങ്ങനെ വെച്ച് കൊടുത്താൽ അതിനും ഈ മുകൾ ഭാഗത്തായിട്ട് ഒരു പുറങ്ങാണി അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പീസ് 2 നമ്മളത് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി കട്ട് ചെയ്ത് മാറ്റുന്ന ഈ പീസ് എൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, ആ മറ്റേ സൈഡ് ഇതിലെ ഇങ്ങോട്ടും മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഈ 4 പീസ് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതൊന്ന് നേരെ വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെട്ടുമ്പം അല്പം ഒന്നും അത്ര കറക്റ്റ് ഒന്നും ആയില്ലെങ്കിലും ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പീസുകൾ തമ്മിൽ ഒന്ന് കൂട്ടിയടിക്കണം, ജോയിൻറ്റ് ചെയ്യാം. ഇത് ബാക്കിലേക്ക് പോകുന്ന ഭാഗമാണ്. അത് ഏത് ഭാഗം ബാക്കിലേക്ക് പോയാലും വേണ്ടിയല്ല. ഇതിപ്പം 2 സൈഡും നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ വെച്ചാണ് അടിക്കുന്നത്. തയ്യൽ പഠിക്കുമ്പോൾ നമ്മളെ ആദ്യമായിട്ട് തയ്ക്കാൻ പഠിപ്പിക്കുന്നത് ഷഡ്ഡിയാണ്. അന്നത്തെ കാലത്ത് ഒരു 92-93 കാലത്താണ് പറയുന്നത്. അന്ന് ആദ്യമായിട്ട് ഞങ്ങളെ തയ്ക്കാൻ പഠിപ്പിച്ചത് ഷഡ്ഡിയാണ്. അത് ഈ കൈത്തയ്യലിനും ഇതിനൊക്കെ ശേഷം ആദ്യമായിട്ട് തയ്ക്കാൻ പഠിപ്പിച്ചത് ഷഡ്ഡിയാണ്. ഷഡ്ഡി ആദ്യം വെട്ടി തയ്ക്കാൻ പഠിപ്പിച്ചു. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്കിവിടെ ഒന്ന് ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തേച്ച് ഒന്ന് നേരെ വെച്ചടിച്ചാൽ ഈ തുമ്പ് ഇങ്ങനെ വെളിയിലേക്ക് നിൽക്കുന്നത് ഒഴിവായി കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ബാക്കി വശമായതുകൊണ്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇതിനിവിടെ ഇതുണ്ട്, ഈ ഭാഗം ഇതേ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ അടിക്കണം. എന്നിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ തുമ്പുകളൊന്നും വെളി വരാത്ത, അല്ലാതെ വേറെ രീതികളും ഉണ്ട്, പക്ഷേ ഇതാണേലും കുഴപ്പമൊന്നുമില്ല. ഉണ്ട്, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ സൈഡിൽ 2 ഭാഗങ്ങളും ഈ അകത്തേക്കൊന്ന് മടക്കി ഇങ്ങനെ തയ്ക്കാം. അത് ഈ വശം തയ്ക്കണം. പിന്നെ വരുന്നത് ഈ വശം, ഇതും നമ്മൾ തയ്ച്ചെടുക്കണം ഈ സൈഡ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അകത്തേക്ക് തന്നെയാണ് മടക്കുന്നതെന്നൊക്കെ നോക്കണം. അല്ലെങ്കിൽ
മിക്കവാറും തയ്യൽക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അടിച്ചെടുത്ത് കഴിയുമ്പോഴാണ് സൈഡ് മാറിപ്പോകുന്നത്. അത് പലപ്പോഴും എനിക്കും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്. അപ്പോൾ ആ സൈഡൊക്കെ നമ്മളങ്ങനെ അടിച്ചെടുത്തു. ഇനി വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു സ്വല്പം ഒരു 4 ഇഞ്ചിന് മാത്രം ഒന്ന് അടിച്ചിട്ടു. ഏതടിപ്പടിക്കുകയാണെങ്കിൽ ഒന്ന് കെട്ടിട്ടേച്ച് അടിക്കുവാണെങ്കിൽ നൂല് ഊരി പോരാതിരിക്കും. കെട്ടിടാനായിട്ട് പ്രസ്സർ മുന്നോട്ടും പുറകോട്ടും ഒന്ന് അടിച്ചാൽ മതി. മുന്നോട്ടും പുറകോട്ടും ഒന്ന് അടിക്കുന്നത് പ്രസ്സർ പൊക്കിയിട്ട് നമുക്കത് അടിക്കാം. എവിടെയോ എന്താ മിസ്റ്റേക്ക് വന്നൊരു സൗണ്ട് കേട്ടു. നോക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കും. ഇനി ഇതിനകത്തേക്ക് വള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കണം. വള്ളി വെക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമ്മളെല്ലാം കുത്തി കയറ്റാനൊന്നും ഇരിക്കണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കീട്ട് പിന്നെ കുത്തി കയറ്റാൻ എൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. അതൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് അടിക്കാം. ഈ ഭാഗത്ത് വരുമ്പോഴെല്ലാം ഈ വള്ളി ഇങ്ങനെ പിരിഞ്ഞൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വള്ളി ഒന്ന് നേരെ വെച്ചിട്ട് അടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഏറ്റവും നന്നായിട്ട് തയ്ച്ച് കൊടുത്താൽ ഒരു എന്തെന്നാ നമുക്ക് തയ്ക്കാൻ കിട്ടും. അത് വളരെ ഭംഗിയായിട്ട് തയ്ച്ച് കൊടുത്താൽ നമുക്ക് അടുത്തത് തയ്ക്കാൻ കിട്ടുകയുള്ളൂ. അത് തയ്യക്കൂലി ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ നമ്മുടെ തയ്യൽ കറക്റ്റ് ആണെങ്കിൽ നീറ്റാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തയ്യൽ വീണ്ടും നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ നീറ്റായിട്ട് തയ്ച്ചാലേ ആൾക്കാർ തരുള്ളൂ. കാരണം അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്. തയ്യക്കൂലിയേക്കാൾ നീറ്റിലാണ് കാര്യം ഇരിക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുക്കണം. ഈ തയ്ക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തയ്ച്ചെടുത്ത് എന്നിട്ട് വള്ളി 2 വശത്ത് ഇത്ര വള്ളി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. പിടിച്ചിട്ട് വലിച്ചിടാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വലിച്ചിട്ട് കഴിയുമ്പോൾ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇത്ര വള്ളിയൊക്കെ വെളിയിലേക്ക് കിടക്കുന്ന പോലെ വന്നാൽ മതി. ഇത്ര വള്ളിയൊക്കെ അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി അതിന് കഴിഞ്ഞിട്ട് ഇത് വള്ളി ഊരി പോകാതിരിക്കാൻ ഒരു ട്രിക്കുണ്ട്. മിക്കവാറുമുള്ള ചുരിദാറിന് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെന്ത് ചെയ്യണം, ഇവിടെ ഒരു അടുപ്പ് ഈ നടുഭാഗം വരുന്നിടത്ത് ഒരു കെട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് എപ്പോഴും വള്ളി ഊരി പോകുന്ന ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ്. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒപ്പം വെച്ചിട്ട് ഇവിടെ വെച്ച് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇവിടെയും കെട്ടിടുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ്. കെട്ടിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ നമുക്ക് താഴോട്ടോടെ അടിച്ച് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചെറുതായിട്ട് തയ്യൽത്തുമ്പ് വെളി കാണാത്ത രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരടിപ്പും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏത് ചെയ്താലും ഈ അടുപ്പ് ഉറപ്പായിട്ടും നമ്മൾ കെട്ടിട്ട് കൊടുക്കുക തന്നെ ചെയ്യണം. ഇനി നമുക്കിത് മടക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് നടുഭാഗം ഒന്ന് വേണം. ഇങ്ങനെ മടക്കണം. മടക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ നടുഭാഗം ഒരല്പം ഇങ്ങനെ ഒട്ടിയൊട്ടിയിരിക്കുന്ന തുണിയാകൊണ്ട് ഇച്ചിരി ഇതുണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് അങ്ങനെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ നടുഭാഗം നമ്മൾ കട്ട് ചെയ്ത ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഇനി നമുക്ക് ഇത് യോജിപ്പിക്കണമല്ലോ. നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം. ഇതും ഇതുപോലെ ഇവിടെ പീസിൻ്റെ കുറവുണ്ട്. ഇതിനൊരു പീസിൻ്റെ കുറവ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും പീസുണ്ട്. അപ്പം ഇതിൻ്റെ പുറം വരുന്ന ഭാഗം ഇതാണ്. അപ്പോൾ പുറം വരുന്ന ഭാഗത്ത് നിന്ന് ഇത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിക്കണം. അതിനുശേഷം ഇതുകൊണ്ട് തേരുള്ളത് കൊണ്ട് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ ഒത്തിരി കട്ടിയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം ഇത് ഇങ്ങനെ മടക്കണം, ഇങ്ങനെ അകത്തോട്ട് പോകണം. അപ്പോൾ ആ തേരിൻ്റെ ഭാഗത്ത് ഒത്തിരി കട്ടി വരാതെ അതിരുന്നോളും. തന്നെയല്ല ആ ഭാഗം തേരെടുക്കുന്നത് നല്ലതാണ്. കാരണം പിന്നെ എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇച്ചിരി കട്ടിക്കിരിക്കുകയാണെങ്കിൽ ഒത്തിരി പെട്ടെന്ന് വിട്ടുപോകാതൊക്കെ ഇരിക്കും. എന്താ അങ്ങനെയുള്ള ഭാഗം അങ്ങനെ വന്നു. ഇനി നമുക്ക് ഈ പീസുകളൊന്ന് കൂട്ടിയടിക്കാം. നമുക്ക് ഈ പീസുകൾ കൂട്ടിയടിച്ചെടുക്കാം. എവിടെയോ ഒരു ചെറിയ ലൂസിങ് ഓവൻ്റെ കുഴപ്പമാണോന്ന് അറിയത്തില്ല. ഒരു സൗണ്ട് വ്യത്യാസം. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ കൂടെ ഒരടിപ്പം കൊടുക്കാം. അടിപ്പൊന്നും ഇങ്ങനെ ഊരിപ്പോകാം. നമുക്ക് ഒരടിപ്പം കൂടി അതിന് കൊടുക്കാം. 3 അടിപ്പാണ് ഞാൻ സാധാരണ 3 അടിപ്പടിക്കും. 2 നമുക്ക് ഇതായിട്ടുള്ളതും പിന്നെ സൈഡിൽ ഇങ്ങനെ നമ്മൾ മടക്കി അടിക്കുന്നില്ലെങ്കിൽ സൈഡ് വഴി ഒരടുപ്പും കൂടെ കൊടുക്കും. അപ്പോൾ അങ്ങനെ സൈഡ് വഴി ഒരടുപ്പും കൂടെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഊരിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആ സൈഡിലടിച്ച് ഈ സൈഡിലും അതുപോലെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം.
വെച്ചിട്ടുണ്ട്. ഇവിടെ പോരാതിരിക്കാൻ വരക്കും. ഇങ്ങനെയൊക്കെ തയ്ച്ചെടുത്താൽ വിട്ടൊന്നും പോയല്ല. അങ്ങനെയൊക്കെ വരാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് തയ്യൽ കിട്ടും. അപ്പം ഈ ഭാഗങ്ങളാണ് തയ്ച്ചെടുക്കുന്നത്. ഈ ഭാഗം തയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ നടുഭാഗം വരുന്നതാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒരു ചെറിയ കട്ടിട്ടായിരുന്നല്ലോ, ഇതാണ് ഇതിന് നടുക്ക് ഇവിടെ ഒരു കട്ടിട്ട് കൊടുത്തായിരുന്നല്ലോ. ഇതിൻ്റെ ഇപ്പുറമായിട്ട് ഇവിടെ നമ്മളൊരു കട്ടിട്ട് കൊടുത്തു. അപ്പം ആ കട്ടിങ്ങാണ് ഇവിടെ വയ്ക്കുന്നത്. വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം. ഇതിൻ്റെ ഞൊറിവ് നമ്മൾ ഇച്ചിരിയൊക്കെ ഞൊറിവ് വരുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഫ്രണ്ട് വശത്താണ് ഇട്ട് കൊടുക്കുന്നത്. വേറൊരിടത്തും നമ്മളത് ഇടാറില്ല. അപ്പം ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന ഭാഗമാകുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇട്ട് കൊടുക്കാൻ മതി. ഇനിയിപ്പോൾ ഇതുണ്ട്. ഇപ്പം ഇങ്ങനെ വന്ന ഈ ഭാഗങ്ങളിൽ നമ്മളിവിടെ 2-3 ഞൊറിച്ചിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഉണ്ടോ, ഒത്തിരി ഒന്നും വരികയല്ല. ചുരി പോട്ട് വേണ്ട 1-2 ചൊറിച്ചിലൊക്കെ വരുള്ളൂ. ഇങ്ങനെ ഞൊറിച്ചിലിട്ട് കൊടുത്താൽ പാൻറ്റിന് പിടുത്തമൊന്നും വരാതിരിക്കും. അല്ല ചിലപ്പം പാൻറ്റിന് ചെറിയ പിടുത്തങ്ങളൊക്കെ വരും ഇട്ട് കഴിയുമ്പോൾ. അത് ഈ വരയും ഈ അടിച്ച ഇതും ഒരുമിച്ച് വരുന്ന രീതിയിൽ, കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് വേണം നമ്മളിവിടെ ഞൊറിച്ചിലിട്ട് കൊടുക്കാനായിട്ട്. അത്രയും ഭാഗം അപ്പുറത്തേക്ക് തന്നെ നമ്മൾ ഞൊറിച്ചിലിട്ട് കൊടുക്കണം. അങ്ങനെ ഞൊറിച്ചിലിട്ട് കൊടുത്താൽ പാൻറ്റ് ഒരു സൈഡിൽ ഇരിക്കാതിരിക്കുകയുള്ളൂ. അല്ലെ പാലെല്ലാം കൂടി ഒരു സൈഡിൽ ഇരിക്കും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ വരുന്ന രീതിയിൽ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ടടിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളിവിടെ ആ 2 ഞൊറിച്ചിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു 2 ഞൊറിച്ചിൽ ഇട്ട് കൊടുത്തിട്ട് വേണം പുറത്തേക്ക് പോരാനായിട്ട്. അവിടെ വന്നതിൻ്റെ ഭാഗം നമുക്കിങ്ങനെ വെച്ച് ഇവിടെ 2 ഞൊറിച്ചിൽ അങ്ങോട്ട് അടിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നോക്കണം, ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നോക്കണം. ഇതിൻ്റെ ഒപ്പവും ഇതും കറക്റ്റായിട്ട് നടുക്കത്തെ ആടിപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഇതും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ വെച്ച് നോക്കണം. അഥവാ ഇനി കൂടുതൽ ഇതുണ്ട് ഇതുപോലെ ലൂസ് വന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു ഞൊറിച്ചിലും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് കറക്റ്റായിട്ട് വരുന്ന രീതി വെച്ച് ഞൊറി വെട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങ് അടിച്ചെടുക്കാം. നമ്മൾ സ്വന്തമായിട്ട് ഒരു തയ്യൽ ഇത് തയ്ച്ചു കൊടുത്താൽ എങ്ങനെയാണ് നമ്മളത് തയ്ച്ചു കൊടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ ഇതിനകത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പണിയെളുപ്പത്തിന് ഡ്യൂപ്ലിക്കേറ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തയ്യലൊന്നും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ തയ്ച്ചത് നന്നായെങ്കിലല്ലേ മറ്റുള്ളവർ വീണ്ടും നമ്മുടെ കൈ കൊണ്ട് തരുള്ളൂ. നന്നായില്ലെങ്കിൽ ആരും തരികയല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും ഭംഗിയായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം നമ്മളത് അടിച്ചു കൊടുത്തു. അടുത്ത ഭാഗം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വരുന്ന ഭാഗത്ത് അത് ആദ്യത്തെ ഇതുപോലെ തന്നെ 2 ഞൊറിച്ചിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അടിക്കണം. ഇനി നമുക്ക് ഒരു പീസ് മാത്രമേ ബാലൻസ് വന്നിട്ടുള്ളൂ. ഇതുണ്ട് ഈ ഒരു പീസ് മാത്രം ബാലൻസ് വന്നിട്ടുണ്ട്. ആ പീസും നമ്മൾ അതുപോലെ തന്നെ 2 ഞൊറിച്ചിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഈ പീസ് അതിന് മുകളിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം ഇതിങ്ങനെ അങ്ങോട്ട് അടിക്കുന്നു. ഇപ്പം ഇത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് അടിച്ചു വിട്ടാൽ മതി. എങ്ങും ചുരുക്ക് വരാതെ വരണം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ എല്ലായിടത്തും ചുരുക്കൊന്നും വരാതെ ഭംഗിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു വരുമ്പോൾ പാൻറ്റിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഓരോ സൈഡിലേക്ക് ഒരു പാൻറ്റ് കണ്ടാൽ വലിയ ഇതൊന്നും തോന്നിക്കുക, അല്ലെങ്കിൽ അത് തയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറങ്ങാണി ഒന്ന് അടിച്ചു കൊടുക്കുക. പുറങ്ങാണി അടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കാലിൻ്റെ അറ്റം അടിവശം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കുഞ്ഞായിട്ട് മടക്കി കൊടുത്താൽ മതി. കുഞ്ഞായിട്ട് ചുരുക്കോട്ടം ആയതുകൊണ്ട് ചെറുതായിട്ട് മടക്കിയാൽ മതി. ഇവിടെ ഒന്ന് മടക്കി രണ്ട് കാലിൻ്റെ അതുപോലെ നമുക്ക് തയ്ച്ച് കൊടുക്കണം. ചുരിദാർ കട്ട് ചെയ്യാനും തയ്ക്കാനും എളുപ്പമുള്ളതാണ്. അതധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസാണ്. ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഏറ്റവും നീറ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. തുടക്കത്തിലൊക്കെ ഒന്ന് ശരിയായില്ലെന്നൊക്കെ വരും. പക്ഷേ ഈ ജോലി ഉപേക്ഷിക്കാതെ വീണ്ടും ഇത് തന്നെ വീണ്ടും ചെയ്യുകയാണെങ്കിൽ നല്ല പ്രൊഫഷണൽ തയ്യൽക്കാരായിട്ട് മാറാൻ പറ്റും. അപ്പം നമ്മളത് അടിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുണ്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ അടിയിലത്തെ പീസ് ഇതുപോലെ വെച്ചിട്ട് ഈ മുകളിലേക്ക് വെക്കണം. ഈ പീസ് വരുന്നുണ്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിലേ നമുക്ക് ഒരടിപ്പ് അടിച്ചു കൊടുക്കാം. അങ്ങനെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അടിക്കുവാണെങ്കിൽ ഒരു കാരണവശാലും തുമ്പ് വിട്ടു പോകാതിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഒരടിപ്പ്. അതിപ്പം തുടങ്ങുന്നിടത്ത് കെട്ടിടണമെന്ന് നിർബന്ധം തോന്നുന്നില്ല. ഇതിന് ഇതുണ്ട് ഈ പ്രഷറിൻ്റെ വീതി വരുന്ന രീതിയിലാണ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ. അപ്പം നമ്മൾ അകത്തെ ഇവിടെ ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. അടുപ്പ് സ്ട്രോങ് ആകുന്നത് മാത്രമല്ല ഒരു ലോക്കിങ് അവിടെ ഒഴിവാക്കുകയും ചെയ്യാം. ഇവിടെ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കൂടുതൽ പേരിലേക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടിയിൽ നിന്ന് തുണി എപ്പോഴും ഇങ്ങനെ അടിക്കുമ്പോൾ അടിയിലെ തുണിയെ പിടിക്കാതിരിക്കാൻ അടിയിൽ നിന്ന് തുണി മാറ്റി കൊടുക്കണം. അതുപോലെ ഈ കൈ കൊണ്ട് ഈ അടിപ്പ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യണം. ഈ അടിപ്പല്ല, ഈ തയ്യൽത്തും ഈ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഈ വലത്തെ കൈ കൊണ്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ എന്നാലേ അത് കറക്റ്റ് അടുപ്പിലേക്ക് കയറുകയുള്ളൂ. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഈ കൈ കൊണ്ട് രണ്ട് കൈ നമ്മളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കൈ മാത്രമല്ല, അടിപ്പ് മാത്രമല്ല, മുകൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളിങ്ങനെ അടിക്കുമ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ അടിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കാം. നമുക്കിതൊന്ന് കൂട്ടിയടിച്ചാൽ നമ്മുടെ പാൻറ്റിന് തയ്യൽ തീരും. കണ്ടർ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് ഒരു 15.5 ഇഞ്ചാണ്. 15.5 ഇഞ്ച്. അപ്പോൾ ഇത് കറക്റ്റ് അളവിന് വെട്ടിയൊക്കെ തയ്ക്കുവാണെങ്കിൽ നമുക്കിതൊന്നും ഇങ്ങനെയൊന്നും വെച്ച് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊരു അത്ര കറക്റ്റ് അളവിനല്ല വെട്ടി തയ്ച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ അത്ര കണക്ക് നോക്കി വെട്ടുവാണെങ്കിൽ 1/2 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോൾ മടക്കി അടിക്കാനുള്ളതും എല്ലാം കറക്റ്റായിട്ട് വെട്ടുവാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കണം. അടയാളപ്പെടുത്തി പോലും വേണം അടിച്ച് വിട്ടാൽ മതി. പക്ഷേ ഇതിനിപ്പോൾ അണ്ടർ 15.5 ഇഞ്ച് കിട്ടേണ്ടത് കൊണ്ട് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള തടിയൊക്കെയുള്ള ആളായതുകൊണ്ട് ഇവിടെ ഓരോ അടയാളം നമ്മൾ കൊടുക്കുന്നു. അത് കൂടുതലൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3/4 ഇഞ്ചിൻ്റെ കൂടുതലേ വന്നിട്ടുള്ളൂ. ആ 3/4 ഇഞ്ച് കയറ്റിയാണ് ഇത് അടിക്കുന്നത് നമ്മൾ. അപ്പം ഞാൻ എപ്പോഴും തയ്ക്കുമ്പോൾ ഇച്ചിരി തയ്യൽ തുമ്പുകളും ഒക്കെ കൂടുതലിട്ടാണ് ഞാനെല്ലാം ചെയ്യാറുള്ളത്. ഇതൊരു 5.5 ഇഞ്ചാണ് നമുക്ക് കാലിൻ്റെ വണ്ണം കിട്ടേണ്ടത്. ആദ്യത്തെ അടിപ്പ് 5.5 ഇഞ്ചിൻ്റെ ഇപ്പുറത്തോട്ടായിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. 5.5 ഇഞ്ച് അപ്പുറത്ത് നിൽക്കുകയാണ്. ആദ്യത്തെ അടിപ്പ് അതിന് ഇപ്പുറത്തായിട്ട് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചു വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടം വരുമ്പോൾ നമ്മൾ ഈ പീസിൻ്റെയും കറക്റ്റായിട്ട് ഇവിടം ഒന്നിച്ച് വരുന്ന രീതി വെക്കണം. ഒന്നിച്ച് വരുന്ന രീതി വെക്കുക എന്ന് മാത്രമല്ല, ഇവിടുന്ന് ഈ പീസ് ഇങ്ങോട്ടാണ്, ഈ അടുപ്പ് ഇങ്ങോട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ അടുപ്പ് അവിടെ തന്നെ വെക്കണം. അതുപോലെ ഈ അടുപ്പും ഇങ്ങോട്ടാണെന്ന് നോക്കണം. ഈ അടുപ്പ് കറക്റ്റായിട്ട് വരുന്ന ആ വശത്തേക്ക് തന്നെ തിരിച്ച് അത് വെച്ച് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. 15.5 ഇഞ്ച് കറക്റ്റ് വരുന്ന രീതിയിൽ വേണം നമ്മളത് വെച്ചിരിക്കാം. 15.5 ഇഞ്ച് വരുന്ന ആ പോയിന്റിലാണ് ഇത്. ഇച്ചിരി വണ്ണമുള്ള ആളുണ്ട് കേട്ടോ. 15.5 ഇഞ്ചിൽ 14.5 മതി. എന്നിട്ട് ഇവിടെ വരുന്നിടത്ത് വന്ന് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇവിടെ വിട്ടു പോകുന്നൊരു സംഭവമൊക്കെ അങ്ങോട്ട് മാറും. അതിന് ശേഷം ഇവിടെ കെട്ടിട്ട് അവിടെ നിർത്തിയിട്ട് ഈ സൈഡിൽ നിന്നാണ് ഞാൻ അടുത്ത ചെയ്യുന്നത്. എളുപ്പമാണ് ഞാൻ പറഞ്ഞത്. അടുത്ത നമ്മൾ ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒരു 5.5 ഇഞ്ച് ഇവിടെ നിന്ന് അടയാളം കൊടുത്തിട്ട് അതിൻ്റെ ഒരു പോയിൻ്റ് ഇപ്പുറത്തായിട്ട് അടിക്കണം. 5.5 ഇഞ്ചിൻ്റെ അടുത്ത അടുപ്പ് നമ്മൾ 5.5 കറക്റ്റായിട്ട് കയറ്റി അടിക്കും. ഈ അടുപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. അടിച്ചു വരുമ്പോൾ നോക്കണം പാൻറ്റിൻ്റെ 2 കാലും 2 രീതിയിലാണോ അതോ ഒരു രീതിയിൽ തന്നെയാണോ. അല്ലെങ്കിൽ അങ്ങനെ അടിക്കുമ്പോൾ വ്യത്യാസമൊക്കെ ഓരോന്നിച്ച് വെച്ച് നോക്കണം. 2 കാലും 2 രീതിയിലാണോ അത് ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തയ്ച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. തുടക്കമൊക്കെ ആകുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. പിന്നെ കുറച്ചായി കഴിഞ്ഞാൽ അതൊന്നും വിഷയമല്ല. എടുത്തിട്ടൊന്ന് നേരെ ഒന്ന് ടേബിളിലേക്ക് ഇട്ടിട്ട് അത് കറക്റ്റ് 2 കാലും ഒന്ന് വെച്ച് നോക്കിയാൽ മതി. വണ്ണം കറക്റ്റായിട്ടാണോ അടിച്ചിരിക്കുന്നത്. അല്ല ഇപ്പം ഈ അടുപ്പൊക്കെ അടിക്കുമ്പോൾ ചിലയിടത്ത് കയറി പോകാനും ഇറങ്ങി പോകാനും ഒക്കെ സാധ്യതകളുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത അടുപ്പ് അടിക്കുമ്പോൾ നമ്മൾ ആ കറക്റ്റ് 5.5 പറഞ്ഞിരിക്കുന്ന ആ ഇതിൽ തന്നെ വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അടുത്ത അടുപ്പ് അടിച്ചിട്ട്
ഇനി ഇതിലെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അഥവാ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്താലും നല്ലതാണ്. അപ്പോൾ ആ 2 അടിപ്പ് കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ ഒരു അടിപ്പ് കൂടെ കൊടുക്കാം. പിന്നെ സൈഡിൽ കൂടെ ഞാൻ ഒരു അടിപ്പും കൂടെ കൊടുക്കും, ഈ നൂരി പോരാതിരിക്കാനായിട്ട്. അത്ര സംഭവമൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ ചുരി ബോട്ടത്തിൻ്റെ തയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ.